എൻ്റെ എല്ലാ കാര്യത്തിലും ഉമ്മയാണ് കൂടെ നിൽക്കുക. ഒറ്റ കാര്യത്തിലൊഴിച്ച്. സൂയിസൈഡ് ചെയ്യാൻ ആൾ കൂടെ നിന്നിട്ടില്ല. ബാക്കി എല്ലാത്തിലും ആൾ കൂടെ നിന്നിട്ടുണ്ട്. അങ്ങനെ ഉമ്മ സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഠിക്കാൻ അതും ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഭയങ്കര ഇത് തോന്നും, എന്താ പറയുക, അത്ഭുതം തോന്നും. എങ്ങനെയാണ് ആ സമയത്ത് അങ്ങനെ തീരുമാനം എടുത്തത് എന്നുള്ളത്. കാര്യം പഠിക്കാൻ വേണ്ടിയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റിനാണ് ചേരുന്നത്. അപ്പോൾ ജോലിക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. ജോലിക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അത്രയും ജോലി ചെയ്യാനുള്ള ആരോഗ്യമൊന്നുമില്ല. ചിലപ്പം ലീവ് കണ്ടിന്യൂസ് ആയിട്ട് കമ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എനിക്ക് വിദ്യാഭ്യാസം ഇല്ല. പ്രീ ഡിഗ്രിയാണ് ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ BSc ഹോട്ടൽ മാനേജ്മെൻറ്റ് എന്നെ ജോയിൻ ചെയ്തു. അത് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഈ പുറത്ത് പോവുക, ഗൾഫിൽ പോവുക എന്നൊന്നും എൻ്റെ വിദൂരസ്ഥ സ്വപ്നങ്ങളിൽ പോലും ഇല്ല. അപ്പോൾ ഈ കോഴ്സ് ചെയ്യുന്ന സമയത്ത് ആ കോഴ്സ് മുടക്കണം എന്നുള്ളത് വെച്ചിട്ട് കുറേയധികം പ്രശ്നങ്ങളുണ്ടായി. എന്തിനാണ് പഠിക്കുന്നത്? അത് മുന്നേയും ഉണ്ടായിരുന്നു. നമ്മൾ BCom ഒക്കെ ചെയ്ത സമയത്ത് എക്സാം എഴുതാൻ സമ്മതിക്കില്ല. DCA ചെയ്ത സമയത്ത് അപ്പോഴും ആ ഒരു ടൈമിൽ കറക്റ്റ് വന്നിട്ട് ഇൻ്റർഫിയർ ചെയ്യും. ജോലികൾ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഇൻ്റർഫിയറൻസ് കൃത്യമായിട്ട് നമ്മൾ ചെയ്യാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും. പിന്നെ പക്ഷേ ഇതെനിക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാര്യം ഇത്രയും ലോൺസിൻ്റെ കൂടെ ഞാൻ എഡ്യൂക്കേഷൻ ലോണും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് തിരിച്ച് കൊടുത്തേ പറ്റൂ എന്നുള്ളത് കൊണ്ടാണ് പിടിച്ച് നിന്നിട്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ആ സമയത്തും പാർട്ട് ടൈം ജോബ്സൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.